നാടൻ ലിവർ കറി റെസിപ്പിയുമായി ചോദിച്ചാൽ അതിനായി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ഇടുക. പിന്നെ 2 സബോള, 3 പിന്നെ തക്കാളി 1, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതാണ് മുറിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം സബോള നോക്കിയിട്ട് എൻ്റെ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്റ്റൗ അല്ല നമുക്കുള്ളത് ഇലക്ട്രിക്കൽ സ്റ്റൗവാണ്. അപ്പോൾ ഇത്തിരി ടൈം കൂടുതലെടുക്കും. സോ ഞാൻ ഫസ്റ്റ് തന്നെ സബോള നോക്കിയിട്ട് സ്റ്റൗവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊന്ന് വാടി സെറ്റായി വരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സബോള തന്നെ ഫ്രൈ ആക്കി. എനിക്കറിയാം സിറ്റുവേഷൻ എങ്ങനെയാണ്. ഗ്യാസ് സ്റ്റൗവിൽ പോലെ സ്പീഡിലാവില്ല. എന്നിട്ട് നേരെ കൊണ്ട് വയ്ക്കുന്നു. സ്റ്റൗവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഇലക്ട്രിക് സ്റ്റൗവിൽ ഇങ്ങനെ വയ്ക്കും. ഇവിടെ ഫ്ലെയിം കറക്റ്റ് ചെയ്യില്ല. ഇനി നമുക്ക് ഇവിടെ വർക്ക് വേണം. കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്യുന്നത് ആദ്യം വെളുത്തുള്ളി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ വെളുത്തുള്ളി കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും പല സ്റ്റൈലായിരിക്കും. എനിക്ക് 3 സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കുന്നത് വേറെ സ്റ്റൈലാണ്. ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഞാൻ കണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്യുന്ന സ്റ്റൈൽ. ഈ സ്റ്റൈലിൽ എനിക്ക് ഇത്തിരി നന്നായിട്ട് തോന്നുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. എനിക്ക് വെളുത്തുള്ളി കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലേ ശീലിച്ചിട്ടുള്ള വെളുത്തുള്ളി കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഫുഡിങ്ങിൽ അമ്മയിൽ നിന്ന് പഠിച്ചു തന്നെയാണ്. വെളുത്തുള്ളി ആദ്യം സെറ്റാക്കി വയ്ക്കും. പിന്നെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വയ്ക്കലാണ് മെയിൻ പരിപാടി. തൊലി കളഞ്ഞ് വയ്ക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ കടയിൽ മേടിക്കുന്നത് കടയിൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് സ്മോൾ പീസ് കട്ട് ചെയ്തിട്ട് ഷാർപ്പ് നല്ല സുഖമായി കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ചിക്കൻ്റെ ലിവർ കട്ടിയിട്ടൊരു ചെറിയ ബിഗ് പീസസ് ആയി. പിന്നെ ഷേപ്പ് ചെയ്ത് ചെറിയ പീസുകൾ കഴിക്കുന്നത് വയ്ക്കുന്നത്. അതാണ് കഴിക്കാനുള്ള സ്റ്റൗവിൻ്റെ അടിയിൽ എൻ്റെ അവസ്ഥ നോക്കുക. കുറച്ചായിട്ടുണ്ട്. കുറച്ച് ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു വഴട്ടം വന്നിട്ട് കേട്ടോ സബോളയ്ക്ക് കണ്ടോ മനസ്സിലാവും. എനിക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കേണ്ടത് നമ്മൾ കഴിക്കേണ്ടതായിരുന്നു. ഇതിന് കൂടെ രുചി ചേർക്കുക. ഇത് സെറ്റാകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിവിടെ വയ്ക്കുന്നു. ഇനി നമ്മുടെ കാര്യം ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് മിനിമം എടുക്കും. ഇതിന് ശേഷം വാടി കിട്ടാൻ. പക്ഷേ ഇത് സ്റ്റൗ ഉണ്ടായതുകൊണ്ടാണ്. സാധാ ഗ്യാസ് സ്റ്റൗവിൽ പെട്ടതാണ്. ഇത് വിട്ട് എൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി നോക്കുന്നുണ്ട്. ഉരുളകൾ വെട്ടാണ്ട് അത് വെട്ടി. ഇത് ഇപ്പോഴും ഈ അവസ്ഥയായിട്ടുള്ളൂ. വേറെ വഴിയില്ല. ചെറുതായി കഴിഞ്ഞു. ഇതിൻ്റെ പിന്നാക്കി ഇതിപ്പോൾ ഏകദേശം ഒരു റെഡിഷ് കളറായിട്ടുണ്ട്. സബോള വഴറ്റി വെളുത്തുള്ളി ഇതൊക്കെ സെറ്റാക്കി നല്ല സ്മെല്ല് വന്നത്. ഇനി മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊടികളിടുക. പൊടികളിട്ടിട്ട് മസാല സെറ്റാക്കുന്നത്. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് മെയിനായിട്ട്. അല്ല ഏകദേശം ഒരു റെഡ് കളറായിട്ടുണ്ട്. പൊടികളൊക്കെ ഏകദേശം പോലെ തന്നെ പൊടികളുടെ കണക്കുണ്ട്, അളവുണ്ട്. അതൊക്കെ എനിക്കറിയണം. എനിക്കറിയാം. ഇത് മുളക് അത്യാവശ്യം സ്പൈസി ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് എരിവ് കൂടുതലിടും. മുളക് പൊടി ഇടും. മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം ആ മുളക് പൊടി അതിൻ്റെ ഒരു പച്ച കുത്തുണ്ട്. ആ കുത്ത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഏകദേശം വെയിറ്റ് ചെയ്ത് ഇളക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ എല്ലാം പൊടി ഇടുള്ളൂ. അതാണ് എൻ്റെ രീതി. എനിക്കതൊരു പഴയ റൂമിൽ ചേട്ടൻ പറഞ്ഞ രീതിയുണ്ട്. ഈ സാധനം ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കുറച്ച് കറിവേപ്പിലിട്ട് സ്മെല്ല് നോക്കിയിട്ട് ഇതുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഡയറയിൽ മേടിച്ച ഹെഡ്സെറ്റാണ്. ഈ ഹെഡ്സെറ്റ് ഞാൻ വാങ്ങിയത് 25 ഗ്രാംസിനാണ്. നല്ല കാണാനുള്ള ഇത് കണ്ടോ, സി ടൈപ്പ് ചാർജർ. നല്ല സമയം 25 ഗ്രാംസ് എൻ്റെ കയ്യിലുണ്ട് സ്റ്റോക്ക്. അതിന് ആർക്കും വേണമെങ്കിൽ 25 ഗ്രാംസ് ആണ്. ഇതൊരു ഫാനാണ് മേടിച്ചത് 5 ഗ്രാംസിനാണ്. ഇത് കണ്ടില്ല സ്റ്റോക്ക് ഉണ്ട് 5 ഗ്രാംസ്. ആരെങ്കിലും ചോദിക്കണമെങ്കിൽ 5 ഗ്രാംസ് തരാനാണ്. ഇത് മതി. ഇപ്പോൾ വിളവിൻ്റെ കുത്തൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇത് മസാലകൾ ചേർക്കുന്നത് മെയിനായിട്ടുള്ളത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടർമറിക്കാണ്.
മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂണ് ചേർക്കും. ഇനി ചേർക്കേണ്ടത് കുരുമുളകുണ്ട്, വീട്ടിൽ കുരുമുളക്. എരിവ് എന്തായാലും കിട്ടിയിരുന്നു. എന്നിട്ട് കുരുമുളക് കുറച്ച് കൂടുതലിട്ടാണ് കുറച്ച് കളർ ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ബ്ലാക്ക് കളർ വീട്ടിൽ ഇഷ്ടമാണ്. പിന്നെ മസാലപ്പൊടി, മസാല ജീരകം നമുക്ക് പൊടിച്ചിട്ട് മസാല പൊടിയല്ല യൂസ് ചെയ്യും. ഏകദേശം ഒരു സ്പൂണിൻ്റെ താഴെ ഇട്ടിടും. ഇനി അതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് വെച്ച് ഇനി നമ്മൾ തക്കാളി കട്ടി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇടുന്നതാണ്. തക്കാളി കട്ടി വെച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തക്കാളിയുടെ ഒരു തൊലിയൊക്കെ പോകുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വെക്കുന്നത് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ കാരണം അതാണ് പ്രോസസ്സ്. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടണം. തക്കാളി കുറച്ച് നേരം കിട്ടണമെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടി ഉപയോഗിക്കണം. അപ്പോൾ അതൊന്ന് തിളച്ച് സെറ്റായി കൊണ്ട് തക്കാളിയുടെ ഇത് പോകും. അതും കാര്യം ചെയ്തു ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കെറ്റിലുണ്ട് ഇവിടെ വെള്ളം ഇടാനായിട്ട്. സമയം കൂടുതൽ കൊണ്ട് വെള്ളം തിളപ്പിച്ച് കെറ്റിലിൻ്റെ ഇതിലേക്കെടുത്ത് ഒഴിച്ച് വെക്കാം. അപ്പം അത്രയും സമയം ലാഭമല്ലേ. ആ വെള്ളം നോക്കുന്ന സമയം ലാഭം. കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് പണി കഴിയും. ഇത് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാം സെറ്റാക്കി വയ്ക്കുന്നു. അധികം സമയം എടുക്കുന്നില്ല അത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എനിക്ക് എയർ ഫ്രയർ ഉണ്ട്. എയർ ഫ്രയർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് പണിയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് ഞാൻ എയർ ഫ്രയറിൽ ഇട്ട് വേവിക്കാമെന്ന് ഇപ്പം എൻ്റെ മൈൻഡിലുണ്ട്. ഇപ്പോൾ എയർ ഫ്രയറിൽ ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ആവുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു മണിക്കൂറിന് മേലെ അത്ര സമയം കുറവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചിക്കൻ്റെ ലിവർ അത് മൂന്ന് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ച് അതും കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ 20% വരെ വെന്തിട്ടുണ്ടാവും. ഇതെല്ലാം മിക്സ് ചെയ്ത് കറിയിലോട്ട് ഇടുമ്പോൾ അതാണ് ഞാനായിട്ടുള്ള പ്രോസസ്സ്. അത് ഇട്ടതിന് ശേഷം പിന്നെ മാക്സിമം 15 മിനിറ്റ് കഴിഞ്ഞ് എന്തായാലും കഴിക്കേണ്ടത് വെക്കുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ ഹൈജീനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ചോറ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് ചോറിൻ്റെ പോലെ തിളച്ച വെള്ളത്തിലോട്ട് ചോറിട്ട് വയ്ക്കുന്നു. അത് വയ്ക്കുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ഇത് അരിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കും. ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് വേറെ ഒന്നുമില്ല, വോഡ്കയാണ്. ടെക്സസിന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയത് ടൈമില്ല കിട്ടുമായിരിക്കും. ഇതൊക്കെ പൊടിച്ചെടുത്ത് കഴിക്കുന്നത് പതിവുള്ളതാണ്. പിന്നെ സാധാരണ നന്നായിട്ട് ഏകദേശം വെന്തിട്ടുള്ള പോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ തക്കാളിയൊക്കെ നോക്കി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് മസാല. പിന്നെ ഈ സമയത്ത് വെള്ളം, പിന്നെ ഈ ചിക്കൻ്റെ ലിവർ, പിന്നെ ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ്സ് വെക്കണം. അതിലൂടെ ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇടും. അതാണ് അതിനുള്ള പ്രോസസ്സുള്ളൂ. ഏറ്റവും എളുപ്പമായിട്ട് വയ്ക്കാൻ പറ്റുന്ന അതാണ് ചിക്കൻ കറി. ചിക്കൻ്റെ മസാല വെച്ചിട്ട് ഈ ഒരു മസാല രീതി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കറിയും വയ്ക്കാം. ഫിഷ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫിഷ് ഇട്ടാൽ ഫിഷ് കറി, ഈ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴിമുട്ട ഇട്ടാൽ കോഴിമുട്ട കറി, പിന്നെ ചിക്കനും ബീഫും എല്ലാം ഈ റെസിപ്പിയിലാണ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കോമൺ രീതിയാണ്. പണ്ട് കണ്ടുകൊണ്ടിരുന്ന രീതി. ഇത് വീട്ടിലമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചതാണ്. നമുക്കൊരു നല്ലൊരു ഷെഫായി മാറിയെന്നാണ് എൻ്റെ ഇപ്പോൾ 2 കൊല്ലം ഇവിടെ കൊല്ലമായിട്ട് നമ്മളല്ല ഫുഡുണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. ആരെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നോളൂ ഒരു ദിവസം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലിട്ട് എല്ലാ അവസരങ്ങളൊക്കെ ഞാൻ തന്നിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വില വന്നിട്ടുണ്ട്. വേറെ റീസൺ വരുന്നില്ല വാങ്ങാനായിട്ട്. അത് പിന്നെ ചിക്കൻ്റെ ഭാഗങ്ങൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ലിവറുകൾ ഓക്കെയാണ്. ലിവറിലാണ് തട്ടുകടകളിൽ ലിവർ പോലെ സാധനം കിട്ടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ തട്ടുകട ഇഷ്ടം പോലെ ഇല്ല.
ഉച്ചയ്ക്ക് എല്ലാ വീടെടുത്ത് നടത്തറവത് പിന്നെ വീട് തൊട്ടടുത്തൊരു തട്ടുകടയുണ്ട്. പുള്ളിയും കൂട്ടി പോകും. അവിടെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാ ഫുഡൊക്കെ. അവിടെ ചിക്കൻ ബാക്സിനും സാധനം കഴിക്കാൻ ചിക്കൻ ബാക്സിനും കാണുന്നത് ചിക്കൻ നല്ല കുറേ കഴുത്ത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് എനിക്കത് ഇഷ്ടമാണ്. അത് മുസ്ലിം വയ്ക്കും ഉണ്ടാവും, ചിക്കൻ വയ്ക്കും, തലത് വയ്ക്കും. ഇതൊക്കെ എല്ലാവരും കിട്ടുന്നത് 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കി പൈസ താമസിച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കാണാം. കഴിക്കേണ്ട രീതിയിലോട്ട് ആയിട്ടുണ്ട്, കാണാനായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സമയത്തായിട്ട് ഞാൻ നിൽക്കും നോക്കും. കുറച്ച് പ്രായം തൂക്കി ഇങ്ങോട്ട് നിൽക്കും നോക്കി ഇപ്പം എങ്ങനെയുണ്ടെന്നുണ്ടാവില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പിടുള്ളൂ. ആവശ്യമില്ല, ആവശ്യം വരാറില്ല. കറക്റ്റായിട്ട് ഇടാറുണ്ട്, എൻ്റെ കുറവുണ്ട്, അളവ് കുറവുള്ളൂ. എപ്പോഴും കൂടി കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് കുറയും. ഇതിപ്പോൾ ഉപ്പിട്ട് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ട രീതിയിലായി. എനിക്ക് കഴിക്കേണ്ട സമയം ഉച്ചത്തെ ഫുഡ് സെറ്റാണ്. കറിയായി, ചോറായി, പിന്നെ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തെ കുറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ സർലാസ് ഒരു റെസിപ്പി ഫുഡ് കഴിക്കുന്ന ഫുഡ് കിട്ടുന്ന റെസിപ്പി ചിക്കൻ ലിവറിൻ്റെ എൻ്റെ